ഹലോ ഗെയ്സ്, ഇന്ന് നമ്മളങ്ങനെ കർണാടകയിലൊരു വാഴനടൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വാഴവിത്ത് മരുന്ന് മുക്കുകയാണ്. ഇതിനായിട്ട് നമ്മൾ സാഫും ക്ലോറിപരിപ്പോസ് 20 EC ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ക്ലോറിൻ്റെ പല കമ്പനീൻ്റെ ഉണ്ട്. ഇതിൽ 20 EC 50 EC ഉണ്ട്, ചിലർ ഉപയോഗിക്കും, അതിൻ്റെ ആവശ്യമില്ല. നമ്മളിത് 1/2 ലിറ്റർ 20 EC 1/4 kg സാഫുമാണ് ഒരു ബാരലിലോട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മരുന്ന് മുക്കിയ ശേഷം ഇതേപോലെ 6 അടി അകലത്തിൽ ട്രാക്ടറിനാണ് ഈ ചാലെടുത്തിരിക്കുന്നത്. ഇത് 2 അടീൻ്റെ അടുത്ത് താഴ്ചയുണ്ടാവും ഈ ഒരു ചാലിന്. കുറച്ച് മണ്ണ് വന്ന് നികന്നിട്ടുണ്ട്, പൊടിമണ്ണ്. പക്ഷെ അത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് 2 അടീൻ്റെ അടുത്ത് ആഴമുണ്ട്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ 6 അടി അകലത്തിൽ വാഴവിത്ത് ഇട്ട് പോയിട്ടുണ്ട്. ആ വിത്ത് മൂടി വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതിങ്ങനെ വിത്ത് വെച്ച് അതിൻ്റെ മുകളിലിട്ട് നമ്മൾ തിമിറ്റ് ഇടുന്നുണ്ട് കേട്ടോ. തിമിറ്റ് ഇട്ടാനുള്ള ഗുണമെന്ന് വെച്ചാൽ, ഒന്നാമത് എലി ഇതിൽ കയറുമ്പോൾ ആ ഒരു ശല്യം കുറയും. തിമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എലി കയറുന്നത് കുറയും. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എലി മടയെടുക്കാൻ സാധ്യതയുണ്ട്, അത് തിന്നു പോകും കന്ന്. മരുന്ന് മുക്കിയതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തിമിറ്റ് ഉപയോഗിച്ചാൽ അത്രയ്ക്ക് പൈസയെ വരുന്നുള്ളൂ. ഇതങ്ങനെ ഇവിടെ ബാൻ ചെയ്തിട്ടില്ല. നമ്മൾ കേരളത്തിൽ മാത്രമേ ഇത് ബാൻ ചെയ്തിട്ടുള്ളൂ. കർണാടകയിൽ ബാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ തിമിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് വേരിനും മറ്റ് കേടിനൊക്കെ നല്ലതാണ്. അതുപോലെ പിണ്ടിപ്പുഴു പോലുള്ള പുഴുക്കൾ വരാതിരിക്കുക. അപ്പോൾ അതിനോട് നമ്മൾ 4/8 ഉപയോഗിക്കുന്നുണ്ട്. തിമിറ്റ് അഥവാ 4/8. അത് കുറേശ്ശെ ഒരു 100-500 വാഴയ്ക്കൊക്കെ ഒരു കിലോ കൊണ്ട് നമുക്ക് നട്ടു പോകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 6 അടി അകലത്തിലാണ് നമ്മളിങ്ങനെ ചാലെടുത്തിരിക്കുന്നത്. ആ ചാലിലാണ് വാഴവിത്ത് നടുന്നത്. ഈ രീതി നമ്മൾ കർണാടകത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അങ്ങനെ നമ്മൾ വാഴ നട്ട് കഴിഞ്ഞ് ഇനി പ്ലംബിങ്ങിൻ്റെ പണിയാണ്. ഇത് നമ്മൾ പ്ലംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ട്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മെയിൻ ലൈൻ ചെയ്തിട്ട് ഇങ്ങനെ വയറ് 16 mm റോൾ വയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതിന്. ഇതെല്ലാം ഹോളിട്ട് ഇതൊക്കെ സബ് ലൈനാണ്. നമ്മളിത് 10 ഏക്കറാണ് നിലവിലുള്ളത്. അത് നമ്മളൊരു 9 പാർട്ടീഷൻ ചെയ്തിട്ട് 9 സബുകളായിട്ടാണ് തിരിച്ചിട്ടുണ്ട്. 2 ബോറാണെങ്കിൽ നമുക്ക് 3 വാൽവ് തിരിച്ച് നനയുന്നത്. അതായത് 2 ഏക്കറിൻ്റെ അടുത്ത് 1.5 ഏക്കർ 2 ഏക്കറിൻ്റെ അടുത്ത് നമുക്ക് ഒറ്റ സെക്ഷനിൽ നനയ്ക്കാൻ കഴിയും. ഇതിൻ്റെ വെഞ്ചുറി കാര്യങ്ങളാണ്. നമ്മൾ വളമൊക്കെ ഇതിലൂടെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് കർണാടകയിൽ വാഴ നട്ടുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.